വാർണർ ബ്രദേഴ്സിനെ സ്വന്തമാക്കാനുള്ള നെറ്റ്ഫ്ലിക്സിന്റെ ചരിത്രപരമായ നീക്കത്തിന് പിന്നാലെ ആ ഏറ്റെടുക്കൽ ഹോളിവുഡിലും പുറത്തും വലിയ ചർച്ചയാവുകയാണ്. നെറ്റ്ഫ്ലിക്സിന്റെ നാടകീയവും തന്ത്രപരവുമായ വമ്പൻ ഇടപാടാണ് എന്നാണ് കരാർ വിലയിരുത്തപ്പെട്ടത്. നിർമ്മാണ ഭീമൻ വാർണർ ബ്രദേഴ്സിനെ വിതരണ ഭീമൻ നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുക്കുമ്പോൾ ഹോളിവുഡിൽ മത്സരം തന്നെ ഇല്ലാതാകും എന്ന ഭീതി ശക്തമാണ്. ഈ ഏറ്റെടുക്കൽ യാഥാർത്ഥ്യമായാൽ എന്താകും ഹോളിവുഡിനും സിനിമാ ലോകത്തിനും സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ? എന്താണ് ആശങ്ക? ആദ്യം ആർഡെക്സ് റാപ്പ് കാണാം. ഹോളിവുഡിലെ ഏറ്റവും പേരുകേട്ടതും പഴക്കം ചെന്നതുമായ വാർണർ ബ്രദേഴ്സിനെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കുന്നതെന്ന പ്രഖ്യാപനം വന്നത് ഈ മാസം 5-നായിരുന്നു. സിനിമാ പ്രേമികൾ ആകെ അത്ഭുതത്തോടെയും ഞെട്ടലോടെയുമാണ് അതിനെ ഏറ്റെടുത്തത്. പെയ്ഡ് സ്ട്രീമിംഗ് കമ്പനിയായ നെറ്റ്ഫ്ലിക്സ് $8,200 കോടി ഏറ്റെടുക്കൽ കരാറിലെത്തിയെന്നാണ് വിവരം. കരാർ യാഥാർത്ഥ്യമായാൽ വാർണർ ബ്രദേഴ്സിനു കീഴിലെ HBO മാക്സ് നെറ്റ്വർക്കുകളുടെ ഉടമസ്ഥാവകാശവും നെറ്റ്ഫ്ലിക്സിലേക്ക് എത്തിച്ചേരും. വാർണർ ബ്രദേഴ്സിനെ വിഖ്യാത ലൈബ്രറിയും ആർക്കൈവും സ്വന്തമാക്കുമെന്നതും ഹൈലൈറ്റാണ്. കാലിഫോർണിയയിലെ വാർണർ ബ്രദേഴ്സ് സ്റ്റുഡിയോകളും നെറ്റ്ഫ്ലിക്സിന് കീഴിലേക്ക് മാറും. ഒക്ടോബറിൽ വാർണർ ബ്രദേഴ്സ് തുടങ്ങിയ വിൽപ്പന നീക്കമാണ് നെറ്റ്ഫ്ലിക്സിന് ഈ വഴി തുറന്നത്. പരമ്പരാഗത ടെലിവിഷൻ ബിസിനസ് പ്രതിസന്ധി നേരിട്ടതോടെയാണ് വാർണർ ബ്രദേഴ്സ് വിൽപ്പന എന്ന കടുത്ത തീരുമാനത്തിലേക്ക് കടന്നത്. സമീപകാലത്ത് വാർണർ ബ്രദേഴ്സിന്റെ കേബിൾ TV നെറ്റ്വർക്ക്സ് വിഭാഗം വരുമാനത്തിൽ 23% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. പാരാമൗണ്ടും വാർണർ ബ്രദേഴ്സിനെ സ്വന്തമാക്കാൻ സജീവമായി രംഗത്തുണ്ടെങ്കിലും ഒടുവിൽ നറുക്കു വീണത് നെറ്റ്ഫ്ലിക്സിനാണ്. ചില കരാറുകളുമായി പാരാമൗണ്ട് അവസാന നിമിഷവും വാർണർ ബ്രദേഴ്സുമായി ചർച്ചകൾ തുടരുന്നുണ്ട്. ആർഡെക്സ് റാപ്പ്, ന്യൂസ് മലയാളം. ഏറ്റെടുക്കലിലൂടെ എന്താണ് സംഭവിക്കുക? ഉള്ളടക്കം, ഉടമസ്ഥാവകാശം, വിതരണം, പ്രദർശനം എന്നിവയിൽ നെറ്റ്ഫ്ലിക്സിന് മേൽക്കൈ ലഭിക്കുകയാണ് ഉണ്ടാവുക. നെറ്റ്ഫ്ലിക്സിന്റെ ലൈബ്രറി വികാസമാണ് ഇടപാടിലെ ഹൈലൈറ്റ്. കുത്തക സമാന അന്തരീക്ഷം അത് സൃഷ്ടിക്കും. ഉൽപ്പാദനവും വിതരണവും സംയോജിപ്പിക്കുന്നത് നെറ്റ്ഫ്ലിക്സിന് വലിയ സാമ്പത്തിക നേട്ടമാവുകയാണ് ചെയ്യുക. സൃഷ്ടിപരമായ സ്വാതന്ത്ര്യത്തിനും ഉപഭോക്തൃ തെരഞ്ഞെടുപ്പിനും അപകട സാധ്യതയുണ്ട് എന്ന് വിമർശിക്കുന്നവർ പറയുന്നു. തിയേറ്ററുകളിൽ നിന്ന് മാറിയുള്ള ഓൺ ഡിവൈസ് ഓൺ ഡിമാൻഡ് കാഴ്ചാനുഭവം വികസിക്കുകയാണ് ചെയ്യുക. പരമ്പരാഗത തിയേറ്റർ റിലീസിൻ്റെയും കാഴ്ചയുടെയും അനുഭവം കൂടുതൽ പരുങ്ങലിലാകാം. തിയേറ്ററുകൾക്ക് പ്രദർശനത്തിനായി ലഭിക്കുന്ന നല്ല സിനിമകളുടെ എണ്ണം കുറയാം. ഇത്തരം വിമർശനങ്ങളുണ്ട്. തിയേറ്റർ വരുമാനം എന്ന സാധ്യതയെ തന്നെ വെല്ലുവിളിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. പുതിയ ഡീൽ ഉള്ളടക്ക വൈവിധ്യം കുറയ്ക്കുന്നതിനും ഉയർന്ന നിരക്കിനും കാരണമാകാം. കലാമൂല്യം, വൈവിധ്യം എന്നിവയ്ക്ക് പകരം സബ്സ്ക്രിപ്ഷൻ കണ്ടന്റ് പ്രോത്സാഹിപ്പിക്കപ്പെടാം. തിയേറ്റർ റിലീസിന് ശേഷം OTT പ്ലാറ്റ്ഫോമുകൾക്ക് നൽകുന്നതിനുള്ള സമയപരിധി തന്നെ കുറയും എന്ന് കേൾക്കുന്നു. 8 മുതൽ 12 ആഴ്ച വരെ എന്ന കുറഞ്ഞ കാലയളവിനെ 4 ആഴ്ചയിലേക്ക് നെറ്റ്ഫ്ലിക്സ് ചുരുക്കാനാണ് സാധ്യത. എന്താ ബില്ലേ തോന്നുന്നത്? ഈ മോണോപ്പൊളി എന്ന് പറയുന്ന വാക്ക് ഒരു മേഖലയ്ക്കും നല്ലതല്ലല്ലോ സനീഷേ. ഞാനതിനൊരു ഒറ്റ ഉദാഹരണം മാത്രം പറയാം. നമ്മുടെ മുമ്പിൽ സമീപകാലത്ത് വന്നൊരൊറ്റ ഉദാഹരണം. ഇൻഡിഗോ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഡിഗോയിലെ വിമാന ജീവനക്കാരുടെ എണ്ണം കുറയുന്നു, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ലീവ് എടുക്കുന്നു. അതോടെ രാജ്യത്താകമാനം ആഭ്യന്തര വ്യോമയാന മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ആ പ്രതിസന്ധി ഉണ്ടായത് എന്നുള്ളതിന് രാഹുൽ ഗാന്ധി ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണമാണ് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇൻഡിഗോയ്ക്ക് വേണ്ടി DGCA ക്രമരഹിതമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ആരോപിക്കുന്നത്. അപ്പോൾ ആ ചെയ്തു കൊടുത്തതിലൂടെ മറ്റ് ലോക്കൽ പ്ലേയേഴ്സിന്, വ്യോമയാന രംഗത്തുണ്ടായിരുന്ന മറ്റ് ലോക്കൽ പ്ലേയേഴ്സിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയും അതിലൂടെ ഇൻഡിഗോ വലിയ ഒരു കുത്തകയായി മാറുകയും ആ മോണോപോളി നിലനിർത്തുകയും ചെയ്തു. അതിലൂടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിഗോ എന്ന് പറയുന്ന ഈ ആഭ്യന്തര വ്യോമയാന രംഗത്തെ, അല്ലെങ്കിൽ വ്യോമയാന രംഗത്തെ ഒരൊറ്റ കമ്പനിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോഴേക്കും അത് ഇന്ത്യയിലെ ആഭ്യന്തര വ്യോമയാന രംഗത്തെ മുഴുവൻ ബാധിച്ചു. അന്താരാഷ്ട്ര വ്യോമയാന രംഗത്തെയും ബാധിച്ചു. അത് ഇന്ത്യയുടെ ആകാശയാത്ര, വിമാനം പറന്നു പോകുക എന്നുള്ള പരിപാടി അസാധ്യമാക്കുകയും ചെയ്തു. അതുതന്നെയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കാരണം മോണോപോളി ഉണ്ടാവുക എന്നുള്ളത് ഒരു കാരണവശാലും ഉപഭോക്താവിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്താണോ, ആരാണോ, ഏത് പ്രൊഡക്റ്റ് ആയാലും വാങ്ങുന്ന ആളെ സംബന്ധിച്ച് നല്ലതായിരിക്കില്ല. നിശ്ചയമായിട്ടും. ഞാനിപ്പോൾ നെറ്റ്ഫ്ലിക്സ് നല്ലതായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇന്നലെ പോലും ഞാനൊരു നൈസ് ഔട്ട് സിനിമ കണ്ടതാണ്. എല്ലാവരും അതെ, നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ എല്ലാവരുടെയും ഒരു സ്ഥിരം ഫോണിലും എല്ലാം കാണുന്നതാണല്ലോ. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ വാർണർ ബ്രദേഴ്സ് 1903 ഉണ്ടായത്. 4-5 സഹോദരന്മാർ ചേർന്നിട്ട്, അയാളുടെ പേര് എൻ്റെ കയ്യിലുണ്ട്. അതായത് ഹാരി, ആൽബർട്ട്, സാം, ജാക്ക് എന്നിങ്ങനെ 4 വാർണർ ബ്രദേഴ്സ് ചേർന്നിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ പിന്നീട് ലോകത്തിൻ്റെ തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു പേരായിട്ട് മാറി. അവർ വാർണർ ബ്രദേഴ്സിന് വലിയ പൊളിറ്റിക്കൽ ഹിസ്റ്ററി കൂടിയുണ്ട്. അവർ 2ാം ലോക മഹായുദ്ധമൊക്കെയുള്ള സമയത്ത് അവർ ഫാസിസത്തിനെതിരെയും നാസിസത്തിനെതിരെയൊക്കെ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ്. സിനിമ ആ തരത്തിലുള്ളത് എടുത്തതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു രാഷ്ട്രീയ ചരിത്രം തന്നെയുള്ള ഒരു വലിയ മൂവി ഹൗസാണ്. അതിനെയാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഇങ്ങോട്ട് എടുക്കുന്നത്. ഈ പറയുന്ന പ്രശ്നം അതിനകത്തുണ്ട്. ഇതിൻ്റെ ബിസിനസ് പരമായിട്ടാണെങ്കിലും ഇപ്പോൾ കാഴ്ചക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ വാർണർ ബ്രദേഴ്സിൻ്റെ വലിയ ഹ്യൂജ് ലൈബ്രറി മൊത്തം നെറ്റ്ഫ്ലിക്സിലേക്ക്, നമ്മുടെ TV-ക്ക് മുന്നിൽ, നമ്മുടെ ഫോണിലേക്ക് വരുമോ എന്ന സാഹചര്യം അവിടെയുണ്ട്. ഈ പറയുന്ന പോലെ. പക്ഷേ ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ വേറെയും കുറേയേറെ പ്ലെയേഴ്സൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു വലിയ
ഹ്യൂജായിട്ട് ഹിസ്റ്റോറിക്കായിട്ടുള്ള സിനിമകളെല്ലാം കൈവശം വെക്കുന്ന ഒറ്റ ടീമായി മാറിയാൽ ബിന്നിലിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പ്രശ്നം അതിരൂക്ഷമായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ വ്യക്തിപരമായിട്ട് കാണുമ്പോൾ നമുക്കിതെല്ലാം അവെയിൽ ചെയ്യാൻ പറ്റുന്നല്ലോ എന്നൊരു തോന്നലുണ്ടാകും. പക്ഷേ അവർ നിശ്ചയിക്കും എത്രയാണ് പണമെന്ന്, മറ്റ് സിനിമകളുടെ പ്രൊഡക്ഷനെ അവർ നിശ്ചയിക്കും. ഒപ്പം ഇത്രയും വലിയ ഒരു ടീമായി മാറുമ്പോൾ അവർ നിശ്ചയിക്കുന്നതായിരിക്കും സിനിമയുടെ സൗന്ദര്യശാസ്ത്രവും സിനിമയുടെ രാഷ്ട്രീയവും എന്ന വളരെ വിശാലമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളൂടെ അതിനകത്തുണ്ട്. അപ്പം വരും ദിവസങ്ങളിലായിരിക്കും നമ്മളതിനെ കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് DVD റെൻ്റൽ കമ്പനിയായി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് നെറ്റ്ഫ്ലിക്സ്. ഉപയോക്താക്കൾക്ക് മെയിൽ വഴി ഡിസ്കുകൾ അയച്ചു കൊടുത്ത് അങ്ങേയറ്റം ലളിതമായായിരുന്നു തുടക്കം. അതേ നെറ്റ്ഫ്ലിക്സ് 2024 നേടിയത് $39,000 കോടി വരുമാനമാണ്. വാർണർ ബ്രദേഴ്സിനെ ഏറ്റെടുക്കുന്നതോടെ അവരുടെ ശക്തമായ ഉള്ളടക്കം വഴി നെറ്റ്ഫ്ലിക്സിന് കിട്ടാൻ പോകുന്നത് എതിരില്ലാത്ത വിധമുള്ള മേൽക്കൈയായിരിക്കും. ഡീൽ യാഥാർത്ഥ്യമായാൽ വാൾട്ട് ഡിസ്നി, പാരമൗണ്ട് പോലുള്ള എതിരാളികൾക്ക് മുന്നിൽ പോലും നെറ്റ്ഫ്ലിക്സിൻ്റെ തട്ട് താണു തന്നെയിരിക്കും. പക്ഷേ കുത്തകൾ ഇല്ലാതാക്കുന്നത് വൈവിധ്യത്തെയാണ് എന്നാണ് ലോകത്തിൻ്റെ ഇന്നോളമുള്ള അനുഭവം. ഈ $1 മില്യൺ ഡീലിൽപ്പെട്ട് സർഗാത്മകതയെയും മനോഹര സിനിമാനുഭവങ്ങളും നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.